വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ്. കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓൾ ഗ്രാഫ്സ് റിലേറ്റഡ് ടു ഓംസ് ലോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ എന്റെ പേരൊന്ന് പറയാം. എന്റെ പേര് മുഫീദ. ഞാൻ സൈലം ലേണിംഗ് ആപ്പിലെ ഫിസിക്സ് ടീച്ചറാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം ബേസിക്കിൽ നിന്ന് തുടങ്ങാം. അപ്പം കുട്ടികളെ, ഇവിടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. അപ്പം ഞാനൊരു റിലേഷൻ പറയാണ്, അതായത് y is directly proportional to x. ഇത് പറഞ്ഞാൽ ആരും ടെൻഷൻ ആവണ്ട. ഇത് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? y കൂടിയാൽ x കൂടും. ഇഫ് y increases then x also increases എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സൈൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന കേസസിൽ, ഇങ്ങനത്തെ കേസസിനൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഗ്രാഫിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അറിയോ? ഇങ്ങനെയാണ് ഇവരുടെ ഗ്രാഫ്സ് ഒക്കെ എപ്പോഴും വരിക. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ, അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദി ഒറിജിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് കേസ്. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ലോപ്പ് കാണുക. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണുക എന്നുള്ളതാണ്. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ വളരെ ഈസിയാണ്. y ഡിവൈഡഡ് ബൈ എക്സ് എന്ന് ചെയ്താൽ മതി. y കോർഡിനേറ്റിലുള്ള ഒരു വാല്യൂ എടുക്കുക, എക്സ് കോർഡിനേറ്റിലുള്ള മറ്റൊരു വാല്യൂ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മൾ ഓംസ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പഠിക്കുന്നത്? V is directly proportional to I എന്നല്ലേ? അതായത് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ് അവിടെയും പഠിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞ y is directly proportional to x എന്ന് പറയുന്ന ഫോം. അപ്പം ഇവരുടെയും ഗ്രാഫ് എങ്ങനെയായിരിക്കും? V y ആക്സിസില്, I എക്സ് ആക്സിസില്. ഇങ്ങനെയുള്ള ഗ്രാഫ്സിനെ നമ്മൾ വി ഐ ഗ്രാഫ് എന്നാണ് പറയാ കേട്ടോ. വി ഐ ഗ്രാഫ്, അതും കൂടെ ശ്രദ്ധിക്കണം നിങ്ങളെ കൂട്ടത്തില്. അപ്പം ഇതിന്റെ ഗ്രാഫ്സ് എന്ന് പറയുന്ന ഓൾവേസ് എന്താണ്? എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് ഇനി ഇതിന്റെ സ്ലോപ്പ് ആണ് അല്ലെ? സെക്കൻഡ് കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ലോപ്പ് കാണാനുള്ളതാണ്. സ്ലോപ്പ് അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ നമ്മൾ v is directly proportional to I എന്ന് പറഞ്ഞ ഓംസ് ലോ പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? v is equal to a constant into I എന്ന് വരും. And that constant here is known as resistance എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? That is v is equal to r into I എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓംസ് ലോയിൽ കിട്ടുന്നുണ്ട് അല്ലെ? അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കാണാൻ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റ് ആണ് സ്ലോപ്പ് കാണാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നു. അപ്പൊ വൈയിൽ ആരുള്ളത്? v ആണ്. എക്സിൽ ആരായിരിക്കുന്നത്? I ആണ്. സോ v ഡിവൈഡഡ് ബൈ I കണ്ടുപിടിച്ചാൽ ഈ v is directly proportional അല്ലെ? ഓംസ് ലോന്റെ ഗ്രാഫ്സിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? v ബൈ I കണ്ടുപിടിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to ri. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ നിന്ന് r is equal to ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? v ഡിവൈഡഡ് ബൈ I എന്ന് കിട്ടൂലേ? സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? v ഡിവൈഡഡ് ബൈ I. അപ്പൊ അത് തന്നെയല്ലേ നോക്കി നമ്മുടെ ഈ ഓംസ് ലോന്റെ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന സ്ലോപ്പും? അതെ അല്ലേ? സെറ്റ് ആണ്, സെയിം ആണ്. സോ നമുക്ക് മനസ്സിലാക്കാം, ദ സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ് എന്ന് പറയും. വി ഐ ഗ്രാഫ് ഗിവ്സ് റെസിസ്റ്റൻസ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. വി ഐ ഗ്രാഫ് ആണ്. വി ഐ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വി ഓൺ വൈ ആക്സിസ് ആൻഡ് ഐ ഓൺ എക്സ് ആക്സിസ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓരോ പ്രോബ്ലംസിലൂടെ നമുക്ക് നോക്കാം. സോ മക്കളെ, ഇവിടെ നമുക്ക് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അതുപോലെ ഇവിടെ ഉണ്ട്. എന്താണ്? വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്, എ ഓർ ബി? എ കാണോ ബി കാണോ? ഇതിൽ കൂടുതൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോകും. കാരണം നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് വിയും ഐയും മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മളോട് ചോദിക്കുക എ കാണോ ബി കാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്ന്. അപ്പൊ മൈൻഡിലോട്ട് വരേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നമുക്കറിയാം, ദിസ് ഇസ് എ വി ഐ ഗ്രാഫ് അല്ലെ? നേരത്തെ പഠിച്ചതുപോലെ തന്നെ വി ഐ ഗ്രാഫ് ആണ്. അവിടെ നമ്മളൊരു പോയിന്റ് പഠിച്ചു, ദ സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ് ഗിവ് റെസിസ്റ്റൻസ് എന്നുള്ള പോയിന്റ് വരിക. സോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മോർ റെസിസ്റ്റൻസ് ആർക്കാണ് അല്ലെ? സ്ലോപ്പ്, ഒരു വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് അതിന്റെ റെസിസ്റ്റൻസ് എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടുക. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ്. ഈ പോയിന്റ് കിട്ടണം.
അപ്പൊ ഇവിടെ എ കാണോ ബി കാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ള പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ എന്ന് നോക്കിയാൽ മതി. എ കാണോ ബി കാണോ സ്ലോപ്പ് കൂടുതൽ നോക്കുക. സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. സോ കുട്ടികളെ അപ്പോഴും നമുക്ക് ഡൗട്ട് തോന്നും, എങ്ങനെ ഇതിൽ നിന്ന് സ്ലോപ്പ് കൂടുതലാണോ കുറവാണോ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു ഐഡിയ ഉണ്ട്. എക്സ് ആക്സിസുമായിട്ട് ആരാണോ കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അതായിരിക്കും മോർ സ്ലോപ്പർ എന്ന് പറയുന്നത്, മോർ സ്ലോപ്പ് ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അല്ലെ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, എത്രത്തോളം ചെരിവുണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ നോക്കിയാൽ, ഇവിടെ ചെറിയ ആംഗിൾ ആണ് അല്ലെ. ബി എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചെറിയൊരു ആംഗിൾ ആണ്. പക്ഷെ എ എന്ന് പറയുന്നത് വലിയ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത് അല്ലെ. സോ നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് എ എന്താണ് കൂടുതലാണ് അല്ലെ, ഹൈ ആണ്. ആൻഡ് സ്ലോപ്പ് ഓഫ് ബി എന്ന് പറയുന്നതാണ് ലെസ് ആണ്. സോ സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ, റെസിസ്റ്റൻസ് ഹൈ. സോ ഹിയർ ആൻഡ് ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ് നമ്മളെ ബിക്ക് കേട്ടോ. ഓക്കെ അല്ലെ, സ്ലോപ്പ് കുറവ് ബിക്കാണ്. സോ ബി ഹാസ് ലെസ് റെസിസ്റ്റൻസ് ആൻഡ് എ ഹാസ് more resistance. So A greater than B എന്ന് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. MCQയിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. A less than B, B less than A and A equal to B എന്നൊക്കെ പറഞ്ഞിട്ട് തരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും മോർ റെസിസ്റ്റന്റ്. ഓക്കെ, അപ്പം ഓക്കെ അല്ലേടാ, നമ്മൾ അടിപൊളിയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി ആരെങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കാൻ പാടില്ല. ഒരേ ഒരു കാര്യം മൈൻഡിൽ വന്നാൽ മതി. എന്താണ് നമ്മൾ പറയുന്ന കാര്യം, സ്ലോപ്പ് നോക്കുക. എക്സ് ആക്സിസുമായിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉണ്ടാക്കുന്നത് അയാൾക്കായിരിക്കും മോർ റെസിസ്റ്റൻസ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം വി ഓൺ വൈ ആക്സിസ് ആൻഡ് എക്സിൽ എന്താണ് ഐ ആണെന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ വി ഐ ഗ്രാഫ് T1 ആണോ T2 ആണോ T3 ആണോ, ഇതിൽ ആരാണ് മോർ ടെമ്പറേച്ചർ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ഓൾസോ നമുക്ക് വി ഐ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതോടുകൂടി നമ്മൾ ഫുള്ളി ബ്ലാങ്ക് ആയി പോയില്ലേ. കാരണം നമ്മൾ പഠിച്ചു റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ആരാണ് എക്സ് ആക്സിസുമായിട്ട് കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അത് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. മോർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോർ സ്ലോപ്പ് ഉള്ള ആള്. പക്ഷെ ടെമ്പറേച്ചർ എന്താ നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട് എന്നാ പിടിച്ചു. എന്താണെന്നറിയോ, ടെമ്പറേച്ചർ കൂടിയാൽ, ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ്. അതായത് രണ്ടും എന്താണ്, ഒരു ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. എന്ത്, ഇവിടെ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ളത് നോക്കുക, അയാൾക്കായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ എന്നുള്ള പോയിന്റ് വേണം നമ്മളെ മൈൻഡിലോട്ട് വരാൻ. സോ നമുക്ക് ഇവിടെ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാം, അയാൾക്കായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക എന്നുള്ളതും കൂടെ നമ്മളെ മൈൻഡിലോട്ട് വരണം. സോ മോർ റെസിസ്റ്റൻസ് ആർക്കാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോഴും നമ്മളൊരു ഐഡിയ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അല്ലേ, സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ എന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ സ്ലോപ്പ് കാണാൻ വളരെ ഈസിയാണ് അല്ലെ. എക്സ് ആക്സിസുമായിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അയാൾക്കായിരിക്കും മോർ സ്ലോപ്പ്, അതായത് മോർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ T1 അല്ലെ, T1 അല്ലേ കുറെ ആംഗിൾ ഉണ്ടാക്കുന്നത്. സോ T1 മോർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. T2 പിന്നെയാണ് അല്ലെ, T2 പിന്നെ then T3. സോ ടെമ്പറേച്ചറും അതേ ഓർഡറിൽ വരും. സോ വി കൻ റൈറ്റ് T1 is greater than T2 greater than T3 എന്നുള്ള പോയിന്റ് വേണം നമ്മളെ മൈൻഡിലോട്ട് വരാൻ. ഓക്കെ, ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെമ്പറേച്ചറും റെസിസ്റ്റൻസും എന്താണ് അല്ലെ, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. സോ നമുക്ക് റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ എന്ന് നോക്കാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പ് എന്നുള്ള പോയിന്റ് വരിക. സോ മൂന്ന് കാര്യങ്ങൾ അല്ലെ, ടെമ്പറേച്ചർ. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഒരു റിലേഷൻ കൊണ്ടുവരണം. റെസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് എല്ലാത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് റെസിസ്റ്റൻസും സ്ലോപ്പും മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. T1 ആണ് ഏറ്റവും കൂടുതൽ അല്ലെ, മോർ ടെമ്പറേച്ചർ ഉള്ളത് ആർക്കാണ്, T1 then T2 then T3 എന്നുള്ള പോയിന്റ് മൈൻഡിലോട്ട് വരിക. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് മെറ്റീരിയൽ ഹാസ് മോർ റെസിസ്റ്റിവിറ്റി. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്, വി ഐ ഗ്രാഫ് ആണ്. ഇതിലൊരു നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം വിച്ച് മെറ്റീരിയൽ ഹാസ് മോർ റെസിസ്റ്റിവിറ്റി, എക്കാണോ ബിക്കാണോ മോർ റെസിസ്റ്റിവിറ്റി. അപ്പോഴും നമ്മൾ മൈൻഡ് ബ്ലാങ്ക് ആയി പോലെ. ടെമ്പറേച്ചർ ചോദിച്ച പോലത്തെ ഒരു ചോദ്യമായത് അല്ലെ. എന്ത് ചെയ്യും നമ്മള്, അപ്പൊ നമ്മളെ മൈൻഡിലോട്ട് വരേണ്ട കാര്യം ഞാൻ പറഞ്ഞു, റെസിസ്റ്റൻസും സ്ലോപ്പും അതാണ് മൈൻഡിലോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വേണം റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ. സോ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ,
റെസിസ്റ്റൻസ് കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും എന്നുള്ള പോയിന്റ് വേണം നിങ്ങളെ മൈൻഡിലോട്ട് വരാൻ. അപ്പം എക്കാണോ ബിക്കാണോ മോർ റെസിസ്റ്റൻസ് ഉള്ളത് നോക്കുക, അപ്പൊ അയാൾക്കായിരിക്കും മോർ റെസിസ്റ്റിവിറ്റി ഉള്ള ആൾ എന്നുള്ളത് പോയിന്റ് നമ്മളെ മൈൻഡിലോട്ട് വരണം. ഓക്കെ, സോ നമുക്കറിയാം എങ്ങനെ റെസിസ്റ്റൻസ് കൂടുതൽ നോക്കുക, സ്ലോപ്പ് ആണ് നോക്കുക അല്ലെ. സ്ലോപ്പ് ആരാണോ അല്ലെ ഏതാണോ കൂടുതൽ ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് അയാൾക്കാണ് മോർ സ്ലോപ്പ്, അയാൾക്കാണ് മോർ റെസിസ്റ്റൻസ്, അയാൾക്കാണ് മോർ റെസിസ്റ്റിവിറ്റി. സോ ഫസ്റ്റ് സ്ലോപ്പ് നോക്കുക, ദെൻ റെസിസ്റ്റൻസ് എന്നുള്ള പോയിന്റിലോട്ട് വരിക, ദെൻ റെസിസ്റ്റിവിറ്റി എന്നുള്ള പോയിന്റിലോട്ട് എത്തും നമ്മൾ അല്ലെ. സോ ഇവിടെ സ്ലോപ്പ് കൂടുതൽ ഏക്കാണ്, സ്ലോപ്പ് കൂടുതൽ, അപ്പൊ റെസിസ്റ്റൻസും കൂടുതൽ ഏക്കായിരിക്കും, സോ റെസിസ്റ്റിവിറ്റി കൂടുതലും ഏക്കായിരിക്കും. സോ എ ഹാവിങ് അല്ലെ മോർ റെസിസ്റ്റിവിറ്റി അല്ലെ. സോ ദാറ്റ് ഈസ് ദി ആൻസർ, എ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും എല്ലാം റിലേറ്റ് ചെയ്യേണ്ടത് അവിടേക്കാണ്, റെസിസ്റ്റൻസും സ്ലോപ്പിലോട്ട് വേണം നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഹിയർ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. എന്താണ് ഇതും അതുപോലെ ഞാൻ നിങ്ങളുടെ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഇസ് മോർ ലെങ്തിയർ, L1 ആണോ L2 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഇത് രണ്ടും ഒരേ ലെങ്തിലൊക്കെ തന്നിട്ടുള്ളത്, അപ്പം ഇതിനെ ചോദിക്കുക അതിൽ ഏതാണ് കൂടുതൽ ലെങ്തിയർ ആയിട്ടുള്ളത്, L1 ആണോ L2 ആണോ എന്നുള്ളത്. എഗെയിൻ ഞാൻ പറഞ്ഞ കാര്യം, ഏതൊരു സംഭവത്തിന് കിട്ടിക്കഴിഞ്ഞാലും VI ഗ്രാഫ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം അതിനെ റെസിസ്റ്റൻസിലോട്ട് റിലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ സ്ലോപ്പിലോട്ട് മാറ്റുക. ഓക്കെ, സോ ആദ്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, is there any relation between length and resistance? Yes, there is a relation. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും എന്നുള്ള റിലേഷൻ വേണം നിങ്ങളെ മൈൻഡിലോട്ട് വരാൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതിനാണ് കൂടുതൽ ലെങ്ത്, L1-നാണോ L2-നാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്നുള്ളത് കണ്ടുപിടിക്കുക, അയാളായിരിക്കും മോർ ലെങ്തിയർ എന്നുള്ള പോയിന്റ് മൈൻഡിലോട്ട് വരിക കേട്ടോ. ലെങ്തിന് ആർക്കാണ് കൂടുതൽ എന്നുള്ളത് അറിയണമെങ്കിൽ റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ എന്ന് നോക്കുക. റെസിസ്റ്റൻസിനെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കാ അറിയേണ്ടത്, സ്ലോപ്പ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് നോക്കിക്കേ, ലെങ്ത് റെസിസ്റ്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, റെസിസ്റ്റൻസിന് സ്ലോപ്പ് ആയിട്ട് അല്ലേ. സോ നോക്കാം ആർക്കാണ് ലെങ്ത് കൂടുതൽ, നമുക്കറിയില്ല. ആദ്യം സ്ലോപ്പ് എന്നുള്ളത് തുടങ്ങാം. സോ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ, L2 ഒക്കെ ഇത്ര ചെറിയ ആംഗിൾ ആണ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത്, L1 ആണെങ്കിൽ കുറേ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ L1-നാണ് കൂടുതൽ സ്ലോപ്പ്. സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക. സോ L1 ഹാസ് മോർ റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് കൂടി അല്ലെ, ലെങ്ത് കൂടിയാലാണ് റെസിസ്റ്റൻസ് കൂടുക. സോ റെസിസ്റ്റൻസ് ആർക്കായിരിക്കും, ലെങ്ത് കൂടിയ ആൾക്കായിരിക്കും. സോ L1 ഹാസ് മോർ ലെങ്തിയർ അല്ലെ, L1 is more lengthier. So L1 is the answer. Okay, അപ്പൊ അതും സെറ്റായി അല്ലെ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. എല്ലാം ഞാൻ പറഞ്ഞ ഇതേ രീതി റെസിസ്റ്റൻസിലോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് പിന്നെ സ്ലോപ്പ് ആരാണോ കൂടുതൽ ആ പോയിന്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ആൻസറും ചെയ്യാൻ പറ്റും. ഒരുപാട് തവണ നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഗ്രാഫ്സ്. നമ്മളെ ഓംസ് ലോന്റെ ഗ്രാഫ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് ആരും എക്സാമിന് പോകരുത്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ കുട്ടികളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ദിസ് ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഈസി ആണ് കേട്ടോ. എന്താ ചോദിച്ചിട്ടുള്ളത്, ദ വാല്യൂസ് ഓഫ് current I flowing in a given resistor for the corresponding values of potential difference V across the resistor are given below. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. വോൾട്ടേജും കറണ്ടിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്, ഒരു VI ഗ്രാഫ് വരക്കുക, അതിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതിൽ നിന്നും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക അല്ലെ. റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ കണ്ടുപിടിക്കാനാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച അതേ കാര്യം. ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട്, എക്സ് ആക്സിസില് കറണ്ട്, Y ആക്സിസില് വോൾട്ടേജ്. ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. VI ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നേരെ തിരിച്ചു വരച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം എപ്പോഴും വരക്കണം. ഇതാണ് മോർ സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് കിടക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, I എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കണം. സോ വാല്യൂ എത്രയാ, കറണ്ടിന് വാല്യൂസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6. വോൾട്ടേജിനാണെങ്കിൽ 2 4 6 8 10 12 അല്ലെ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, വോൾട്ടേജ് 2 ആകുമ്പോ കറണ്ട് 1, വോൾട്ടേജ് 2 ആകുമ്പോ കറണ്ട് 1. ഓക്കെ, പിന്നെയോ നമ്മളെ വോൾട്ടേജ് 4 ആകുമ്പോ കറണ്ട് 2, വോൾട്ടേജ് 2 ആകുമ്പോ
ഓക്കെ, അതും കിട്ടി. നെക്സ്റ്റ് നമ്മുടെ കറണ്ട് 3 ആകുമ്പോൾ വോൾട്ടേജ് 6 ആണ്. ഓക്കെ, അതും കിട്ടി. അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ നമുക്ക് കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി ഗ്രാഫ്. ഇങ്ങനെ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് അല്ലെ ഗ്രാഫ് വരയ്ക്കാൻ ആർക്കും അറിയാത്തത് വളരെ സിമ്പിളി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മളോട് ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ആരും ഒന്നും അറിയാത്ത പോലെ നിൽക്കരുത്. നമുക്കറിയാം ഇതൊരു VI ഗ്രാഫ് ആണ്, VI ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്, VI ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് മൈൻഡിലോട്ട് വരണം, റെസിസ്റ്റൻസ് കാണണമെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ഇനി ആരും ഒരുപാട് തവണ ചിന്തിച്ചിരിക്കരുത്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഗ്രാഫ്സിന്റെ സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് അറിയോ നിങ്ങൾക്ക് കുട്ടികളെ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ്. സോ ഞാൻ വൈയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുന്നു, ഞാൻ തൽക്കാലം ഇത് എടുക്കുകയാണേ. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിലോട്ട് വരച്ചു, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിലോട്ട് ഞാൻ വരച്ചു. അപ്പൊ എനിക്ക് എത്ര കിട്ടുക? വൈയിൽ എത്രയാ? വൈയിൽ 6 ആണ് അല്ലെ, y/x ആണ്. സോ വൈയിൽ ആരാണ്? 6 ആണ്. എക്സിൽ ആരാണ്? 3 ആണ് അല്ലെ. സോ വി വിൽ ഗെറ്റ് 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അതന്നെ പോയിന്റ് എടുക്കണം അല്ലെ. എവിടെ നമുക്ക് പോയിന്റ് എടുക്കാം കേട്ടോ, എവിടെ എടുക്കാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചോളൂ. ഞാൻ എന്ത് ചെയ്യാം, താഴേക്ക് ഒരു x ആക്സിസിലോട്ട് വരക്കുന്നു, കറസ്പോണ്ടിങ് y ആക്സിസിലോട്ട് വരക്കുന്നു. അപ്പൊ എനിക്ക് y-ന്റെ കോർഡിനേറ്റ് എത്ര കിട്ടും? 10 കിട്ടും. എക്സിന്റെ എത്ര കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത് അല്ലെ. 5 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കിട്ടും 10/5 = 2. ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾക്ക് സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ കാണുമ്പോൾ ചില ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. കണ്ടു, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് കാണണമെങ്കിൽ y/x ചെയ്താൽ മതി. y കോർഡിനേറ്റിലുള്ള ഒരാളെ എടുക്കുക, എക്സിലുള്ള ഒരാളെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലെ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഫുൾ മാർക്ക് സെറ്റ് ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഹിയർ യു ഹാവ് അനദർ ക്വസ്റ്റ്യൻ which has more resistance. ഇവിടെ നിങ്ങളെ വളരെ കണ്ണ് തുറന്നു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് നോക്കിക്കേ കുട്ടികളെ, ഇവിടെ y ആക്സിസിൽ ആരാണ്, x ആക്സിസിൽ ആരാണെന്നുള്ളത്. ഇങ്ങനെയുള്ള ഗ്രാഫിന് പറയുന്ന പേരാണ് IV ഗ്രാഫ്. ഇത് ചിലപ്പോ ഒരു 90% വരാറ് നമ്മൾ ഇത്രയും വരെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു 10% മാത്രമാണ് ഇനി ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഇതിലിപ്പോ എന്താ ഇത്ര ഡിഫറൻസ്, എന്താ മിസ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കണ്ട. നോക്കിയേ, നേരത്തെ കേസസിലൊക്കെ വോൾട്ടേജ് എവിടെയായിരുന്നു? y ആക്സിസിലായിരുന്നു. അതിനെ നമ്മൾ VI ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, y ആക്സിസിൽ വരുന്നത് ആരാണ്? കറണ്ട് ആണ്. നേരെ റിവേഴ്സ് ആണ് വരുന്നത്. നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് തന്നെയായി വരും കേട്ടോ. ഓക്കെ, സോ കുട്ടികളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തായിരുന്നുടാ? VI ഗ്രാഫ് ആയിരുന്നു അല്ലെ. VI ഗ്രാഫ് ആണ്. V എന്ന് പറയുന്നത് y ആക്സിസിലും I എന്ന് പറയുന്നത് x ആക്സിസിലും ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിനെ നേരെ തിരിച്ചാണ് അല്ലേ. നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ I-യും ഇവിടെ V-യും ആണ്. ദാറ്റ് ഈസ് IV ഗ്രാഫ്. ഇത് വളരെ 10% മാത്രമേ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുള്ളൂ. ഇതാണ് മോസ്റ്റ്ലി 90% ചോദിക്കുക ഇതായിരിക്കും കേട്ടോ. VI ഗ്രാഫ് ആണ് മോസ്റ്റ്ലി ചോദിക്കുക. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഇരിക്കാനേ. സോ ഇതിന്റെ കാര്യം നമുക്കറിയാം. ഇയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ചെയ്തതാണ് എന്ത്? y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ് ചെയ്താണ് സ്ലോപ്പ് കിട്ടുക. y ആക്സിസിൽ V ആണ്, x ആക്സിസിൽ I ആണ് അല്ലെ. അപ്പം സ്ലോപ്പ് is equal to എന്താണ്? V/I. നമുക്കറിയാം ഓംസ് ലോയുടെ ഇക്വേഷൻ V is equal to IR. സോ R is equal to V/I. അതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ സ്ലോപ്പ് ആണ് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ സ്ലോപ്പ് അതുപോലെ ഒന്ന് നോക്കാം അല്ലെ. സ്ലോപ്പ് is equal to നമ്മൾ പറഞ്ഞു y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ x കോർഡിനേറ്റ് അല്ലെ. I ആണ് y-യിലുള്ളത്, x-ലാണെങ്കിൽ V ആണുള്ളത്. സോ VI/V എന്ന് പറഞ്ഞാൽ എന്താ?
എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് ഈ I by V? V by I ആണെങ്കിൽ നമുക്കറിയാം അതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ I by V എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ എഴുതണം ദിസ് ഈസ് 1 by R. റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. ഇതിനെ നമ്മൾ പറയും റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പോസിറ്റ്. എന്ത് കാര്യം നേരെ ഓപ്പോസിറ്റ് പറയാന്നുള്ള ഒരു ഐഡിയ നിങ്ങളെ മൈൻഡിലോട്ട് ഇപ്പൊ തന്നെ വരണം. സോ നമുക്ക് ഇതിന്റെ എല്ലാ പ്രോബ്ലംസും കൂടെ നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കിട്ടും. സോ ഇത്രയും സെറ്റ് ആണോ? എന്താണ് ഇതിന്റെ സ്ലോപ്പ് നമുക്ക് തരുന്നത് 1 by R ആണ്. നമുക്ക് സ്ലോപ്പ് ഒക്കെ നിങ്ങൾ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു പോകാം. ആൻഡ് ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ അല്ലേ, ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് വൺ ഹാസ് മോർ റെസിസ്റ്റൻസ്? എക്കാണോ ബിക്കാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഒരു ഐഡിയ നമുക്കില്ല. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കുക അല്ലെ. I V ഗ്രാഫ് ആണോ VI ഗ്രാഫ് ആണോ ഒന്നും ശ്രദ്ധിക്കേണ്ട. സോ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഈക്വൽ ടു എന്താണ്? Y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ X കോർഡിനേറ്റ്. അതിലൊരു മാറ്റമല്ല കേട്ടോ. അതിന് ആര് വന്നു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും. അത് ജനറൽ ആണ്, അത് മാത്സ് ആണ്, അതിൽ ഫിസിക്സ് അല്ല. അപ്പൊ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാറ്റം വരുത്താൻ പാടില്ല അല്ലെ. ഫിസിക്സിൽ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. മാത്സ് നമ്മളുടെ അല്ലല്ലോ അല്ലെ, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുപോലെ തന്നെ എഴുതി വെക്കാം. എന്താണ്? Y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ X കോർഡിനേറ്റ് I ഡിവൈഡഡ് ബൈ V അല്ലെ. I ഡിവൈഡ് ബൈ V നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് എടുക്കാന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. ഓപ്പോസിറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം I V ഗ്രാഫില് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലെന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും ഇവിടെ റെസിസ്റ്റൻസ് കുറവ് എന്നുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കുറവ് എവിടെ? I V ഗ്രാഫിൽ എന്നുള്ള പോയിന്റ് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ സ്ലോപ്പ് ആർക്കാണ് കൂടുതലെടാ? എക്സ് ആക്സിസുമായിട്ട് ഏറ്റവും കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് ആരാ? B ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ. A ആണെങ്കിൽ വലിയ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ എക്കാണ് മോർ സ്ലോപ്പ് എക്കാണെങ്കിൽ ആർക്കാണ്? റെസിസ്റ്റൻസ് അയാൾക്ക് വളരെ കുറവായിരിക്കും. അപ്പം ബിക്കായിരിക്കും സ്ലോപ്പ് കുറവെങ്കിൽ അയാൾക്കായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ്. സ്ലോപ്പ് കൂടിയ ആൾക്കാണ് റെസിസ്റ്റൻസ് കുറവ്, സ്ലോപ്പ് കുറഞ്ഞ ആൾക്കാർക്ക് റെസിസ്റ്റൻസ് കൂടുതൽ എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. സ്ലോപ്പ് കാണാൻ ഒരേ ഒരു മാർഗം എക്സ് ആക്സിസിലോട്ട് നോക്കുക. ആരാണ് കൂടുതൽ സ്ലോപ്പ് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കുക അല്ലെ. അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? വളരെ ഓക്കെ ആണല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കുറച്ച് സ്പെഷ്യൽ കേസ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുപോലെ ഒരു ഇതും കൂടെ വരയ്ക്കാം. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? 2 ആൾക്കാരുണ്ട്, 3 പേരുണ്ട്. A B C. ദിസ് ഇസ് I V ഗ്രാഫ്. ഇതിൽ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ VI ഗ്രാഫ് ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഡയറക്റ്റ് അങ്ങോട്ട് എഴുതാൻ പറ്റും അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ച് ചിന്തിക്കണം. നേരത്തെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ പറഞ്ഞു I V ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് തരാ? 1 by R ആണ്. റെസിസ്റ്റൻസിന് അവർ ഇങ്ങനെ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? സ്ലോപ്പ് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഇതാണ് 1 by R എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം അവിടെ എഴുതി വെക്കുക. സോ നമുക്ക് നോക്കാം. ഇവിടെ സ്ലോപ്പ് കൂടിയ ആൾക്കായിരിക്കും എന്ത്? റെസിസ്റ്റൻസ് കുറവ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് കൂടുതൽ A എന്നൊരു ചെറിയ ആംഗിൾ ഉണ്ടാക്കുന്നു, B എന്ന് കുറച്ചുകൂടെ വലിയ ആംഗിൾ. സിക്കാണ് വളരെ ആംഗിൾ ഉണ്ടാക്കുന്നത്. സോ സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? സിക്കാണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവും സിക്കായിരിക്കും അല്ലെ. റെസിസ്റ്റൻസ് കുറവ് സിക്കായിരിക്കും. സിക്കാണ് റെസിസ്റ്റൻസ് കുറവെങ്കിൽ എക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ എന്നുള്ള പോയിന്റ് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കുട്ടികളായിട്ട് നിങ്ങളെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെ നമുക്ക് I V ഗ്രാഫും തന്നിട്ടുണ്ട്, VI ഗ്രാഫും തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: which one has more resistance? ഇതിൽ ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സിനാണോ, വൈനാണോ, സെഡിനാണോ? ആൻഡ് ദ സെയിം ഇവിടെ ഫസ്റ്റ് കേസ് ആൻഡ് ദിസ് ഇസ് യുവർ സെക്കൻഡ് കേസ്. എന്താണ് ക്വസ്റ്റ്യൻ? which one has more resistance?
എക്സിനാണോ വൈനാണോ സെഡിനാണോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്, എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കൂടുതലാന്ന് കണ്ടുപിടിക്കുക? സ്ലോപ്പിനെ വേണം നമ്മൾ റിലേറ്റ് ചെയ്യാൻ. IV ഗ്രാഫ് അല്ലെ, നമ്മൾ ഈ ഒരു ഗ്രാഫ് VI ഗ്രാഫ് വളരെ സിമ്പിൾ ആണ്. സ്ലോപ്പ് ആർക്കാണ് കൂടുതലെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ആർക്കാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, അയാൾക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസ് ആണ് അല്ലെ. ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കാറ്. 90% ചോദിക്കുക ഈ ഒരു കേസും, 10% മാത്രമാണ് ഇത് ചോദിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുൾ മാർക്കാണ് നമ്മളെ ലക്ഷ്യമെങ്കിൽ നമ്മൾ രണ്ടും പഠിച്ചിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു എന്താ, എങ്ങനെയാ കണ്ടുപിടിക്കുക? സ്ലോപ്പ് കണ്ടുപിടിക്കും അല്ലെ. കൂടുതൽ ആർക്കാണോ സ്ലോപ്പ് കൂടുതലുള്ള ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കുറവ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, ഓപ്പോസിറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് അത്രയും മനസ്സിലാക്കുക. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, VI ഗ്രാഫ് ആണോ IV ഗ്രാഫ് ആണോ, X ആക്സിസിലോട്ടും Y ആക്സിസിലോട്ടും കണ്ണ് തുറന്ന് നോക്കുക. ഈ കേസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസ് ആണ് കുറച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയതെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. നമ്മളൊരു ഈസി ആയിട്ട് കണ്ടന്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടെ നിങ്ങളെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക, എങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ഡിയർ ഫ്രണ്ട്സ്.